എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ആഴത്തിലുള്ള ആ വ്യക്തിയുടെ പ്രണയം നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആഴത്തിലുള്ള ആ വ്യക്തിയുടെ പ്രണയം നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ചെമ്പോത്തിൻ്റെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളെ ഇങ്ങോട്ട് കപടമായി സ്നേഹിക്കുന്ന, ഇല്ലാത്ത ഇഷ്ടം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. പക്ഷേ നിങ്ങളെ ആത്മാർത്ഥമായി ഇത്രയേറെ സ്നേഹം നിങ്ങൾക്ക് നൽകി നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങളറിയാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഭൗതികമായ നേട്ടത്തിനോ സ്വാർത്ഥമായ നേട്ടത്തിനോ വേണ്ടിയല്ല. നിങ്ങളുടെ എല്ലാ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇട്ട് താലോലിക്കാൻ, അല്ലെങ്കിൽ എന്നും മതിപ്പുളവാകുന്ന ഒരു വില നിങ്ങൾക്ക് നൽകാനും, നിങ്ങളോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവച്ച് ജീവിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്തൊക്കെ ജീവിതത്തിൽ ഭൗതികമായ മറ്റ് നേട്ടങ്ങളുണ്ടെങ്കിലും നിങ്ങളോടൊത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യത്തെയും നിങ്ങളോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യത്തെയും ആ വ്യക്തി വലുതായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയുന്ന, മനസ്സിലാക്കുന്നതിലപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം അറിയാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ജീവന് തുല്യം നിങ്ങളെ വലിയ അളവിൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സ്നേഹം അറിയാതെ പോയതാണെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ പോയത് വലിയ നഷ്ടമാണെന്ന് പറയേണ്ടി വരും. മറ്റുള്ളവർ കാപട്യത്തോടെ കപടമായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ കണ്ണിൽ പൊടിയിടാനായിട്ടും നിങ്ങളെ കാണുമ്പോഴും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുകയോ വലിയ വലിയ വാക്കുകൾ പറയുകയോ ഒക്കെ ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കുകയും നിശബ്ദമായി തന്നെ നിങ്ങൾ ഇതൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടണമെന്നും ജീവിതത്തിൽ വിജയം ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് വേണ്ടി നൽകിയ സഹായങ്ങൾ, അതിൻ്റെ പേരിൽ നിങ്ങളോട് തന്നെ നാളെ കണക്ക് ചോദിക്കുന്നൊരു വ്യക്തിയല്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ തന്മയത്വത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സും നിങ്ങളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സാന്നിധ്യമുള്ളൊരു വ്യക്തിയാണത്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങൾക്കൊട്ടും ആകർഷിക്കപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്ന വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, അവർ നിങ്ങൾക്ക് പരിഗണന നൽകുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്കൊരിക്കലും ആ മനസ്സിലെ നന്മ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സൂക്ഷ്മമായി നിങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെടാനും ഒന്നും മടിയില്ലാത്തൊരു വ്യക്തിയാണ്. എല്ലാം മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുമ്പോൾ മാത്രമായിരിക്കും. അടുത്തതായിട്ട് തത്തമ്മ പൈലായി CHOയുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളെ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് ഇതിനകം തന്നെ അടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചെറിയൊരു ബന്ധം മാത്രമായിട്ടതിപ്പോഴും തുടരുകയുമാകാം. പക്ഷേ
നിങ്ങളെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്, നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം, ഇഷ്ടം, താല്പര്യം അത് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് തന്നെ അതേക്കുറിച്ച് പറയാൻ ആ വ്യക്തിക്ക് ആഗ്രഹമില്ല. കാരണം തൻ്റെ ഇഷ്ടം, തൻ്റെ പ്രണയം, തൻ്റെ സ്വപ്നങ്ങൾ മറ്റാരും അറിയാതെ ആ വ്യക്തിയെ സ്നേഹിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. പക്ഷേ ഈ വ്യക്തിയുടെ നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നൊരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നൊരു സ്വഭാവം നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് ഒരു മടി ഈ വ്യക്തി കാണിക്കുന്നു. ഒരാളെ സ്നേഹിക്കുമ്പോഴും ആ ആൾക്ക് വേണ്ടി ഒരു പരിധിയിലപ്പുറത്തേക്കുള്ള ഒരു താല്പര്യമൊന്നും ഈ വ്യക്തി നേരിട്ട് കാണിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോടൊരു വലിയ പ്രതിസന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി അതേക്കുറിച്ച് പഠിച്ച്, അതേക്കുറിച്ച് അറിഞ്ഞ് അത് എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കി തരാം എന്നുള്ള രീതിയിലുള്ള മനസ്സുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോട് തുറന്ന് സമ്മതിക്കില്ലായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയത്തെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എത്ര അകൽച്ചയിലുള്ള ആളുകളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും എത്ര അടുപ്പത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് മാനസികമായിട്ട്. ജീവിതം ഒട്ടും എളുപ്പമല്ലായിരുന്നു, പല സ്ഥലങ്ങളിലേക്കും മാറി മാറി പോകുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. ഒരിക്കലും മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതൊരു സ്വഭാവ ശൈലി മാത്രമാണ്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ അതുണ്ടാവും. എങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ ആ വ്യക്തി ഒരു വ്യക്തിയായിട്ട് തന്നെ അവിടെ വെക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരു നല്ല ബന്ധം ഉണ്ടാക്കി എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണത്. പ്രഥമ ദർശനത്തിൽ നിങ്ങളെ വെറുക്കുകയാണോ, നിങ്ങളെ ഇഷ്ടപ്പെടുകയാണോ എന്നുള്ളതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് നേടാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു സമയത്ത് നിങ്ങൾ ആ വ്യക്തിയും സന്തോഷകരമായിട്ട് ഒരു ജീവിതം നയിക്കും. ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.